ലെമിൻ യമാൽ ഫസ്റ്റ് 11 ഇറങ്ങി സ്പാനിഷ് ടീമിന്റെ കളി സ്റ്റൈല് തന്നെ മൊത്തത്തിൽ മാറി. ഇന്നത്തെ മത്സരത്തില് മനോഹരമായി കളിച്ച് ടിക്കി ടാക്ക തന്നെ ആ ഒരു കണ്ടിന്യൂസ് പാസിംഗ് ഗെയിം കളിച്ച് 4-1 സൂപ്പർ വിജയം സൗദി അറേബ്യക്കെതിരെ സ്പെയിൻ നേടിയെടുത്തിരിക്കുകയാണ്. അവരുടെ സൂപ്പർ താരം 18 വയസ്സുകാരൻ ടീനേജർ ലെമിൻ യമാൽ വേൾഡ് കപ്പിലെ രണ്ടാം മത്സരത്തില് തന്റെ ആദ്യ വേൾഡ് കപ്പ് ഗോൾ കണ്ടെത്തി. ഇന്നത്തെ മത്സരത്തിൽ ഒയർസാബലിന്റെ അസിസ്റ്റിൽ നിന്ന് 10ാം മിനിറ്റിൽ ലെമിൻ യമാൽ തന്റെ കരിയറിലെ ആദ്യ വേൾഡ് കപ്പ് ഗോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. പിന്നെ അസിസ്റ്റ് കൊടുത്ത ഒയർസബാൽ തന്നെ 21ാം മിനിറ്റിലും 24ാം മിനിറ്റിലും ഇരട്ട ഗോളുകൾ നേടിയോടുകൂടി ഫസ്റ്റ് ഹാഫിൽ തന്നെ 3-0 സ്പെയിൻ സേഫ് സോണിൽ എത്തിയിരിക്കുകയാണ്. പിന്നീട് ഹാഫ് ടൈമിന് ശേഷം സൗദി അറേബ്യ ഒന്ന് കുറച്ച് ശ്രമിച്ചെങ്കിലും സ്പെയിൻ ആ പാസിംഗ് ഗെയിം ഒട്ടും വിട്ടുകൊടുത്തില്ല. ഇന്ന് മൊത്തത്തിൽ സ്പെയിൻ 630+ പാസസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 92% ആക്യുറസി, 21 ഷോട്ട്സ്, അതിൽ തന്നെ 9 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, അതിൽ നിന്ന് 4 ഗോളുകൾ. 4ാമത്തെ ഗോള് സെക്കൻഡ് ഹാഫിൽ 49ാം മിനിറ്റിലാണ് വന്നത്. അത് ഓൺ ഗോളാണ്. ടംബക്തി എന്ന താരത്തിന്റെ, സൗദി അറേബ്യൻ താരത്തിന്റെ ഓൺ ഗോളാണ് 4ാമത്തെ ഗോൾ. എന്നിരുന്നാലും 4-0 കൂറ്റൻ ജയം. ഇതോടുകൂടി 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി സ്പെയിൻ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഒന്നാം സ്ഥാനത്ത് ഗോൾ ഡിഫറൻസ് അടക്കം +4 ആക്കി മാറ്റിയിരിക്കുന്നു സ്പെയിൻ. ഒരു സാധാരണ കഴിഞ്ഞ മത്സരത്തിൽ ആഫ്രിക്കൻ ടീമിനോട് സമനില വഴങ്ങിയപ്പോൾ എല്ലാവരും കളിയാക്കിയിരുന്നു സ്പെയിനെ ഈ പാസിംഗ് ഗെയിമൊക്കെ മാറ്റുന്നത്. പക്ഷെ സ്പെയിൻ ഉറച്ചു നിന്നു അതേ പാസിംഗ് ഗെയിമിൽ. അതിന് ഗുണം അവർക്ക് ഇന്ന് കിട്ടി. എത്ര മനോഹരമായിട്ടുള്ള പാസസ് ആണ് അവർ ചെയ്യുന്നത്. ആക്യുറസി, അതാണ് കറക്റ്റ് ടൈമിൽ ഷോട്ട്സ് എല്ലാം. എന്തായാലും കിഡിലൻ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സ്പെയിൻ നടത്തിയിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ ആൻഡ് തേർഡ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് ഓഫ് ദ സ്പെയിൻ.